ഇപ്പോൾ നടി അൻസിബ ഹസൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെപ്പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിൻ്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയതും ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായത്. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കംഫർട്ടാവുന്നതാണ്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ ആ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്, അതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യം കൂടെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.